വടക്കൻ പറവൂരിലെ വടക്കേക്കര പഞ്ചായത്തിലെ എല്ലാ പൊതുപരിപാടികളും ഇനി ഭിന്നശേഷി സൗഹൃദമാകും. സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണറുടെ നിർദ്ദേശം മസ്കുലർ ഡിസ്ട്രോഫി ബാധിതനായ ജെറിൻ ജോൺസന്റെ പരാതിയിലാണ്. 18-ാം വയസ്സുവരെ ജെറിനും സാധാരണ മനുഷ്യരെ പോലെ തന്നെയായിരുന്നു. പെട്ടെന്നൊരു ദിവസം എല്ലാം മാറിമറിഞ്ഞു. മസ്കുലാർ ഡിസ്ട്രോഫി ബാധിച്ച് വീൽചെയറിൽ. എന്നാൽ ചക്രക്കസേരയിൽ തളർന്നിരിക്കാൻ ജെറിൻ തയ്യാറായിരുന്നില്ല. 18 വയസ്സ് വരെ ഒരു നോർമൽ ലൈഫ് ജീവിച്ചിരുന്നു എന്ന് പറയുമ്പോഴാണ് എനിക്കിപ്പോഴും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്കൊരു രോഗത്തെ വീൽചെയറിൽ ഇരിക്കുമ്പോൾ പോലും ഈ ഒരു രോഗത്തെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. യഥാർത്ഥത്തിൽ അന്നത്തെ കാലത്ത് നോർമൽ ലൈഫ് ജീവിച്ച കാലത്തെ ഓർമ്മകളാണ് ഇന്ന് എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാനോ ഇത്തരം ഒരുപാട് അനുഭവിച്ചു. അപ്പോ എനിക്ക് ശേഷം വരുന്ന തലമുറയെങ്കിലും നല്ല രീതിയിൽ ജീവിക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഭിന്നശേഷി സൗഹൃദമായ സാഹചര്യം ഉണ്ടായേ പറ്റൂ. അതിനുവേണ്ടിയാണ് എന്റെ പരിശ്രമം. ഭിന്നശേഷി സൗഹൃദമല്ലാതിരുന്ന വാവക്കാട് SNDP ഹാളിൽ വടക്കേക്കര പഞ്ചായത്ത് പാലിയേറ്റീവ് ദിനാചരണം നടത്തിയതിനെതിരെയാണ് ജെറിൻ ഹൈക്കോടതിയെ സമീപിച്ചത്. പഞ്ചായത്തിന്റെ പല പൊതുപരിപാടികളും ഭിന്നശേഷി സൗഹൃദമല്ലാതെയാണ് നടത്തുന്നതെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടി. ഇക്കാര്യത്തിൽ നടപടിയെടുക്കാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടതിന് പിന്നാലെ സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ നടത്തിയ ഹിയറിംഗിലാണ് വടക്കേക്കര പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയത്. ഇത്തരത്തില് മുന്നിട്ടിറങ്ങുമ്പോഴാണ് ഓരോ ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റവും മറ്റു കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് തന്നെ വല്ലാത്തൊരു അവസ്ഥ എത്തും. പക്ഷെ എത്ര ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും അതിനെല്ലാം ഓവർകം ചെയ്തുകൊണ്ട് നമ്മൾ അതിനുവേണ്ടി ഫൈറ്റ് ചെയ്തേ പറ്റൂ. കാരണം അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമായിട്ട് മാറ്റിയെടുക്കാനായിട്ട് ഒരിക്കലും സാധിക്കില്ല. എന്റെ അഭിപ്രായത്തിൽ പേരുകൊണ്ടല്ല, അത് വാക്കാൽ മാത്രമല്ല വേണ്ടത്, അത് പ്രവർത്തിയാൽ അത് ചെയ്ത് കാണിച്ചിട്ട് അതിനുള്ള സാഹചര്യം ഒരുക്കിയെടുത്തെങ്കിൽ മാത്രമേ നമുക്കത് ഇത്തരക്കാർക്കും പുറത്തിറങ്ങാനായിട്ട് സാധിക്കുള്ളൂ. ജെറിന്റെ ഇടപെടലിനെ തുടർന്ന് 18 ഇടങ്ങളിലാണ് അധികൃതർ റാമ്പ് നിർമ്മിച്ചത്. വടക്കേക്കര മാത്രമല്ല, സമൂഹത്തിലാകമാനം ഭിന്നശേഷി സൗഹൃദപരമായ ഇടപെടൽ ഉണ്ടാവണമെന്നതാണ് ജെറിന്റെ ആവശ്യം. ന്യൂസ് മലയാളം, കൊച്ചി.